ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോളുടെ അമ്മയുടെ അടുത്തും പിന്നെ ചേച്ചിയുടെ അടുത്തും ഇരുന്ന് സംസാരിക്കുകയായിരുന്നേ. ആദ്യം തന്നെ അനുമോള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുറത്തെ ഒരു കാര്യം അറിയണ്ട, നിങ്ങൾ പുറത്തെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയണ്ട, അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കാനുള്ള ആ ഒരു മൂഡ് അങ്ങ് പോകും. ഇത് ഇങ്ങനെ വേണം ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി, ശരിക്കും ഈ രീതിയിൽ വേണം ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി സംസാരിക്കാനായിട്ട്. പുറത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തൊരു ജിജ്ഞാസയാണ് അവിടെ പലർക്കും. അവിടെയാണ് അനുമോള് മാതൃകയായത്. എനിക്ക് പുറത്തെ ഒരു കാര്യം അറിയണ്ടെന്ന് പറയുന്നുണ്ട്. ആകെ ചോദിക്കുന്നത് അച്ഛന്റെ കാര്യമാണ്. അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛന് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നത് അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അനുമോള് ചോദിക്കുന്ന ഒരു കാര്യം, എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചേച്ചി തമാശക്ക് പറയുന്നുണ്ട്, അവിടെ വീട്ടിൽ നിന്ന് പോയപ്പോ പറഞ്ഞായിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എല്ലാം പോയി, എന്നെ അടിച്ചിറക്കുമെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു എന്ന് അമ്മയുടെ അടുത്ത് ജസ്റ്റ് ഒരു കാഷ്വൽ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് ചിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ അനുമോൾക്ക് സമാധാനമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അനുമോള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് കുളമാക്കാനായിട്ട് താല്പര്യമില്ല. സ്വന്തം ഗെയിമിനെ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തെ ഒരു കാര്യങ്ങളും പറയാനായിട്ട് അനുമോൾ ആദ്യം തന്നെ ഒരു ബ്ലോക്ക് ഇട്ടു. ഇതിനിടയ്ക്ക് അനീഷ് സ്നാക്സുമായിട്ട് വരുന്നുണ്ട്. ആ മനുഷ്യൻ, അത് അങ്ങനെ ഒരു മനുഷ്യൻ, ആര് വന്നാലും സ്നാക്സും സൽക്കാരവുമായിട്ട് പുറകെ പോവും. അവരെ എല്ലാവരെയും സൽക്കരിച്ചേ വിടുകയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനത് കിച്ചൺ ടീമിലായതുകൊണ്ടാണ്. കിച്ചൺ ടീമിലായതിൻ്റെതായ ആത്മാർത്ഥത അനീഷ് കാണിക്കുന്നുണ്ടെന്ന് വേണം എടുത്തു പറയാനായിട്ട്. ഇതാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.